നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിജയാരവം തീർത്ത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിളയാട്ടം, നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് താലൂക്ക് സഭ. തേങ്ങയ്ക്ക് വില കൂടി. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ തേങ്ങ മോഷണം രൂക്ഷം. തിരൂരിൽ പുതിയ മോർച്ചറി കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ അനുവദിച്ചതായി കുറുക്കുളി മൊയ്തീൻ. നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കുരുടംപറമ്പിൽ രാമായണ പാരായണം ഭക്തിസാന്ദ്രം. വിശദമായ വാർത്തകൾ. രക്ഷിതാക്കൾ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ കാലം അവസാനിച്ചെന്നും കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്ന കാലത്തിലേക്ക് മാറിയെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. SSLC പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിജയോത്സവം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിദ്യാഭ്യാസം എന്നത് കേരള സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ബഹുമാനപ്പെട്ട MLA മറ്റു വിദ്യാലയങ്ങളൊക്കെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ വിദ്യാലയങ്ങളിലും കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്നിട്ടുള്ള മാറ്റം, ഏറ്റവും ക്വാളിറ്റിയുള്ള അക്കാദമിക് നിലവാരം, ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക, അതോടൊപ്പം തന്നെ ലോകോത്തര നിലവാരമുള്ള അക്കാദമിക് നിലവാരം പുലർത്താൻ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ. ഈ പ്രൈമറി തൊട്ട് +2 വരെ മാത്രമല്ല, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം ഇത് സൂചനയാണ്. നമ്മുടെ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായി. തിരൂർ സ്കൂളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല, മണ്ഡലാതിഥികൾക്കപ്പുറം താലൂക്ക് വിട്ട് ജില്ലയും വിട്ട് സംസ്ഥാനത്തോളം പ്രകാശിക്കുന്ന ഒരു വലിയ വിജയത്തിന്റെ ഭാഗവാക്കുകളാകാൻ കഴിഞ്ഞവരാണ് എൻ്റെ കുട്ടികൾ. നിങ്ങളെ ഈ മുഖത്ത് കാണുന്ന ഈ പ്രസന്ററിയും ഈ തലങ്ങൾ കാണുന്നു, അതിനെ ആവേശപൂരിതമാക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 728 കുട്ടികൾ പരീക്ഷ എഴുതി, മുഴുവൻ കുട്ടികളും പാസ്സായി. 88 കുട്ടികൾക്ക് A+. ഏറെ അഭിമാനിക്കാവുന്ന വിജയം. വിജയോത്സവത്തിന് അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. DEO RP ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, നഗരസഭാ അധ്യക്ഷ AP നസീമ, ഉപാധ്യക്ഷൻ P രാമൻകുട്ടി, PTA പ്രസിഡന്റ് AK ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ MC രഹ്ന, അഡ്വക്കേറ്റ് M വിക്രമകുമാർ, MP റസിയ, KK അബ്ദുൽ സലാം, കൗൺസിലർമാരായ V നന്ദൻ, സരോജ ദേവി, PTA വൈസ് പ്രസിഡന്റ് MC വിനോദ് കുമാർ, സ്കൂൾ പ്രധാന അധ്യാപകൻ TV ദിനേശ്, PSK സെറീന, E സുശീൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടത്തിൽ 6 വയസ്സുകാരി മരണമടഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ താലൂക്ക് സഭ. താൽക്കാലികമായി കുഴിയടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും താലൂക്ക് സഭയിൽ അംഗങ്ങൾ പറഞ്ഞു. മുതിർന്ന അംഗം PA ഭാവ അധ്യക്ഷത വഹിച്ചു. ഏഴൂർ, പീസിപ്പടി, പയ്യനങ്ങാടി തുടങ്ങിയ ഇടങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ താമസ കേന്ദ്രം മയക്കുമരുന്ന് സംഘങ്ങളുടെ വിളയാട്ടമെന്ന് താലൂക്ക് സഭയിൽ അംഗങ്ങൾ ഉന്നയിച്ചു. വൃത്തിഹീനമായ ചുറ്റുപാടും ചുരുങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ തൊഴിലാളികൾ തിങ്ങിത്താമസിക്കുന്നതും ചർച്ചയായി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസും എക്സൈസും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന്
പരിശോധന നടത്താൻ തീരുമാനമായി. വിശ്വാസ് തിയേറ്ററിന് സമീപമുള്ള റോഡിൽ കുഴിയിൽ വീണ് വാഹനാപകടത്തിൽ 6 വയസ്സുകാരി മരണമടഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. അവന്റെ ഏറ്റവും വിലപ്പെട്ട ജീവൻ അപകടത്തിലാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൂട്ടി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ യാതൊരു നയാ പൈസയുടെ നിലയും വിലയും കൽപ്പിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് വിലപ്പെട്ട 2 ജീവൻ നഷ്ടപ്പെട്ടു. ആരാ മറുപടി പറയേണ്ടത്? തെരുവുനായ ഒരാളെ കടിച്ച് അതിന് പ്രതിഫലമായി ഞങ്ങൾ അതിനെ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ അവർക്ക് മാരകമായിട്ടുള്ള ശിക്ഷ കിട്ടും. 6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ജീവിതം എന്താണെന്ന് ലോകം കണ്ട് പൂതി തീരുന്നതിന് മുമ്പായിക്കൊണ്ട ഈ റോഡിന്റെ അനാസ്ഥ കൊണ്ട് വാഹനത്തിന്റെ ശ്രദ്ധക്കുറവുണ്ടോ എന്നത് വേറെ പരിശോധിക്കപ്പെടണം. മരണപ്പെട്ടു, എന്തെങ്കിലും മറുപടി നമുക്ക് ആരെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞതാണ്, ഇവിടെ കുഴി ചെറുതിപ്പോ വലുതായി വരുന്നുണ്ട്, ആക്ഷേപങ്ങളൊക്കെ തകരത്തിന് കിടന്നോട്ടെ എന്നുള്ള നിലക്ക് അതിന് ചെവി കൊടുക്കാതെ ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. നമ്മൾ കണ്ടല്ലോ, ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരവ് ചെയ്യുമെന്ന് പറഞ്ഞ് സമരക്കാർ പോയി ചെന്ന് അവർ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് പോരാത്ത മഴ 48 മണിക്കൂർ നീളുന്ന മഴ, ആ മഴയത്തും പോയിട്ട് കുറെ കോറി വേസ്റ്റും മറ്റുള്ള കല്ലുകളൊക്കെ അവര് തന്നെയാണ് അത് മെഷർ ചെയ്യുന്നത്. ഓട്ടോറിക്ഷ പറഞ്ഞ് നമ്മളെ ഇതില് ഗ്രൂപ്പിൽ വന്നിരുന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അടച്ചിട്ട് ഒരു ദിവസം 2 ദിവസം ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ട് അടച്ച് ഉപകാരത്തിലാവുന്നില്ല. കുട്ടി വെച്ചതിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഒരു PWD ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നില്ല. വന്ന പുതിയ ആള് വരും, ഇത് സംസാരിക്കും. താലൂക്ക് സഭയിലെത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തതിൽ തഹസിൽദാർ N മോഹനൻ താലൂക്ക് സഭയിൽ വിമർശനമുന്നയിച്ചു. ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. നമ്മുടെ അധികാര പരിധിയിലുള്ള ഫണ്ടോ കാര്യമോ ഇല്ലെങ്കിൽ ചിലപ്പോൾ സാധിച്ചൊന്നുമില്ല. എന്നാൽ അത് വ്യക്തമായിട്ട് ഈ എടുത്ത തീരുമാനത്തെ കോർട്ടിന് മുമ്പാകെ വന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്ക്. കാലവർഷം മാറുന്നതോടെ റോഡിലെ കുഴികളടയ്ക്കുന്നതിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. മംഗലം ബ്രിഡ്ജ് അടച്ചിട്ട സാഹചര്യത്തിൽ നായർത്തോട് പാലം അടിയന്തരമായി തുറന്നു കൊടുക്കാനും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ് ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊള്ളാനും തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടിയെടുക്കാനും തെരുവ് കച്ചവടം നിയന്ത്രിക്കുന്ന കാര്യവും ചർച്ചയായി. KSEB വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുത്തില്ല. മുതിർന്ന അംഗം PA ബാവ അധ്യക്ഷത വഹിച്ചു. KK ജാഫർ, CV വിമൽകുമാർ, AK സൈതാലിക്കുട്ടി, A ശിവദാസൻ, അഡ്വക്കേറ്റ് P ഹംസകുട്ടി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. തേങ്ങയ്ക്ക് വില കുത്തനെ ഉയർന്നതോടെ വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തേങ്ങ മോഷണം രൂക്ഷമായി. ഈസ്റ്റ് അരിക്കാഞ്ചിറ വളവിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ മോഷണം പോയത്. ഉടമകൾ തിരൂർ പോലീസിൽ പരാതി നൽകി. തേങ്ങയുടെ വില വർദ്ധിച്ചതോടെ തേങ്ങാമോഷണം പെരുകിയിരിക്കുകയാണ് ഈസ്റ്റ് അരിക്കാഞ്ചിറ വളവിൽ പ്രദേശത്ത്. പ്രദേശവാസികളായ മൂത്തേടത്ത് അബ്ദുറഹ്മാൻ, സഹോദരങ്ങളായ അബ്ദുൽ ഖാദർ, മുഹമ്മദ് യൂസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തേങ്ങയാണ് വ്യാപകമായി മോഷണം പോയത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശമാണിത്. രാത്രി സമയങ്ങളിൽ മയക്കുമരുന്ന് ലോബികളുടെ വിഹാര കേന്ദ്രം കൂടിയാണിതെന്ന് പറയുന്നു. ഇത് മയക്കുമരുന്നിന്റെ ഇത് ആസ്തി അതും ഉണ്ട് ഇവിടെ കളിക്കാറ്. മയക്കുമരുന്ന് കുട്ടികൾക്ക് അത് സ്കൂൾ കുട്ടികൾ നടത്തി ഇന്നലെ 2 ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇവിടെ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിൽക്കാണ്ട, ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നാൽ നിങ്ങളും കുടുങ്ങാൻ നിൽക്കണ്ട, നിങ്ങൾ ചെയ്തില്ലാതെ കാര്യം ആദ്യം അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ കാര്യം, നിങ്ങൾക്ക് ഇവിടെ വലിയ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇതാക്കി. അപ്പൊ അഞ്ജനും മുജീബും ഉണ്ടായിരുന്നു, അവരും കൂടി ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഇത് കണ്ടില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയുധങ്ങളേറ്റ് വന്ന് ചെയ്തതാണ്. രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനായാലും അവർ ആക്രമിക്കും, അത് ഉറപ്പാണ്. എങ്കിലും ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ ടോർച്ച് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നു.
രാത്രി മിഞ്ഞാന്ന രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒന്നുമില്ല, അവർക്കറിയാം ഇന്നലെ സംഭവിച്ചുകൊണ്ട് ഇനിയിപ്പോ പോലെ ഇന്ന് വന്നൊരു കാര്യമില്ല. എങ്ങനെയായാലും ഇത് പോലീസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരിന്ന് വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് കർശനമായിട്ട് തന്നെ നല്ല ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ മുമ്പ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങുകളൊക്കെ തയ്യായിരുന്ന സമയത്ത് നമ്മൾ വേറെ ഇത് കയറാതിരിക്കാൻ വേണ്ടി പലതും ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളത് ചെയ്യലില്ല. ഇനി അധികാരികളോട് നമ്മൾ ചോദിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, നിയമ നടപടി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അത് വളരെ മോഷ്ടാക്കൾക്ക് എട്ടിന്റെ പണിയായിരിക്കും. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാം. കാരണം തേങ്ങക്ക് വില മുമ്പിൽ തീരില്ലായിരുന്നു. ആ സമയത്ത് പോലും ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്ന തെങ്ങുകളാണ് അതൊക്കെ. പിന്നെ ഇന്നല്ലെങ്കിലും നാളെ തെങ്ങക്ക് വില കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തൈകൾ വെക്കുന്നതും. ഇതിപ്പോ നമ്മൾ കടം കളിയും വാങ്ങിയിട്ടാണ് ഇത്ര ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് വളടിച്ചത്. ഇനിയിപ്പോ രണ്ടാമത് വളടിക്കാനായി എല്ലാ കൊല്ലം കൊല്ലം ഇവിടുത്തെ മണ്ണിനെ വെച്ചാൽ ഒരു കൊല്ലം വളട്ടില്ലെങ്കിൽ തെങ്ങിന്റെ ക്ഷീണം മാറില്ല, തെങ്ങിന് ക്ഷീണം പറ്റും. അപ്പൊ നമ്മൾ ഈ മണ്ണിൽ എല്ലാ കൊല്ലം വളർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് കർഷകർക്ക് ഒരു തെങ്ങുമെന്നൊരു വരുമാനം കിട്ടുന്നത്. മിഞ്ഞാന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. ഇത് കംപ്ലീറ്റ് ഇത് 1-2 ആൾക്കാർ ചെയ്ത പണിയല്ലത്, ഇത് ഗ്യാങ് ആയിട്ട് വന്നിട്ട് ചെയ്ത പരിപാടികളാണ് ഈ കാര്യങ്ങൾ. പല ഭാഗങ്ങളിലുണ്ട് കുറച്ച് ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടത്. കർഷകർക്ക് ഇപ്പോഴാണ് കുറച്ചൊരു തെങ്ങ് കൊണ്ട് ഒരു രാവിലെ നമുക്ക് കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. വിദ്യാർത്ഥികളടക്കം ചില സമയങ്ങളിൽ ഇവിടെ എത്താറുള്ളതായും പറയുന്നു. നേരത്തെ തേങ്ങാ മോഷണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം തേങ്ങ മോഷണം പോകുന്നത് ആദ്യമായാണ്. സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിട്ടന്യൂസ് പറവണ്ണ. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയിലുള്ള മോർച്ചറിക്ക് പകരമായി ആധുനിക രീതിയിലുള്ള മോർച്ചറി നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. MLA കുറുക്കോളി മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഉപയോഗിച്ചാണ് മോർച്ചറി നിർമ്മാണം ആരംഭിക്കുന്നത്. GM ബനാത്വാല പൊന്നാനി ലോക്സഭാ അംഗമായിരുന്ന സമയത്താണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി നിലവിൽ വരുന്നത്. ആശുപത്രി ചുറ്റുമതിൽ നിർമ്മാണവും കവാടവും മാസങ്ങൾക്ക് മുമ്പാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓഗസ്റ്റ് 11-നാണ് ഓങ്കോളജി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുക. വെട്ടന്യൂസ് തിരൂർ. താനൂർ നിയോജക മണ്ഡലത്തിലെ ഉഴൂർ കരിങ്കപ്പാറ GUP സ്കൂളിലെ സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ 124 കളിക്കളങ്ങൾക്കായി 62 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. താനൂർ നിയോജക മണ്ഡലത്തിൽ 12,35 ലക്ഷം രൂപയുടെ 10 നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നുണ്ട്. ചടങ്ങിൽ ഉഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു. നാടിന്റെ പൊതുവികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ കരിങ്കപ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ടർഫും പ്രധാന കവാടവും ഉദ്ഘാടനം ചെയ്തു. ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചാണ്. ഇന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞേനി മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP മുംതാസ്, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ T. അനീഷ്, വാർഡ് മെമ്പർമാരായ റസീന പൂക്കയിൽ, നോവൽ മുഹമ്മദ്, KV പ്രജിത, അലവി മുക്കാട്ടിൽ, സെലീന ഉപ്പത്തിൽ, മൂസക്കുട്ടി പായക്കര, AT സുബൈദ കബീർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ, സ്കൂൾ HM ഷംസുദ്ദീൻ കലങ്ങോടൻ, PTA വൈസ് പ്രസിഡന്റ് ഇൽമി പറപ്പറ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കായിക വകുപ്പുമായി സഹകരിച്ചാണ് നിർമ്മാണം നടത്തിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ 62.72 ലക്ഷം രൂപ സമഗ്ര ഭരണാനുമതി നൽകി.
വെട്ടന്യൂസ് താനൂർ. പഞ്ഞ കർക്കിടകത്തിൽ ആദിയും വ്യാധിയും ഒഴിഞ്ഞു പോകാനുള്ള ഒരു മാസക്കാലം രാമായണ പാരായണത്തിലാണ് വിശ്വാസികൾ. തിന്മയെ മനസ്സിൽ നിന്നൊഴിവാക്കി നന്മയെ കൊണ്ടുവരുന്നുവെന്നാണ് വിശ്വാസം. ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും രാമായണശീലുകളാൽ മുഖരിതമാണ്. രാമായണ മാസത്തിൽ കഴിഞ്ഞ 30 വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും അരിക്കാഞ്ചിറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ ശീലുകളാൽ മുഖരിതമായി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ കൂട്ടപ്രാർത്ഥനയും നടക്കും. ക്ഷേത്ര പരിസരത്തെ നിരവധി അമ്മമാരും സംബന്ധിക്കുന്നുണ്ട്. 30 വർഷത്തോളമായിട്ട് ഈ അമ്പലത്തില് രാമായണ വായന തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള അമ്മമാരൊക്കെ രാമായണം വായിക്കാൻ ഏകദേശം പ്രാപ്തരാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചകളിലും കൂട്ടപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ വെള്ളിയാഴ്ചകളിൽ. പിന്നെ അത് കാരണം ഇവിടെയുള്ള എല്ലാവർക്കും രാമായണം വായിക്കുന്നതും നാമങ്ങൾ ചെല്ലണതിനും ഒക്കെ താല്പര്യമായിട്ടുള്ള ഒരുപാട് അമ്മമാർ ഇവിടെ അമ്പലത്തിന് ചുറ്റിലായിട്ടുണ്ട്. അമ്പലം ഇപ്പോൾ വളരെയധികം പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് കുറേയൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാഴക്കാട്ടിൽ ശ്രീധരനാണ് രാമായണ പാരായണം നടത്തുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവം ജാതിമത ഭേദമന്യേ നാടൊരുമിച്ചാണ് കൊണ്ടാടാറുള്ളത്. വെട്ടന്യൂസ് പറവണ്ണ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.